ചേച്ചിന്റെ സംസാരം കേൾക്കാൻ രസമുണ്ടല്ലേ. അപ്പൊ ബാക്കി സ്റ്റോറി ഞാൻ പറയാം. ഹായ്, ഞാൻ കീർത്തന, ദേവേട്ടന്റെ ഭാര്യ. അങ്ങനെ എന്റെ ഗ്രാനി ദേവേട്ടനെ റൂമിൽ നിന്ന് പുറത്ത് വിളിച്ചപ്പോ ഞാനും ഗ്രാനി കൂടെ ഉണ്ടായിരുന്നു. പുതിയ താമസക്കാർ ആയതുകൊണ്ട് ദേവേട്ടനെ എനിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. അന്നാണ് നമ്മൾ ആദ്യമായി പരിചയപ്പെട്ടത്. അന്ന് എന്റെ ഗ്രാനി ദേവേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ സ്വപ്നത്തിലും ഞാൻ ചിന്തിച്ചില്ല ഞാൻ ദേവേട്ടനെ കല്യാണം ചെയ്യുമെന്ന്. പക്ഷെ എടുക്കൊക്കെ ഞാനും ദേവേട്ടനെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ദേവേട്ട അടിപൊളി ലുക്കായിരുന്നു ആ സമയത്ത്. മതി കൂടുതൽ സോപ്പിട്ട് പതപ്പിക്കണ്ട. അതെ ഫ്രണ്ട്സ്, അങ്ങനെ ഗ്രാനി തന്നെ കീർത്തുട്ടി എനിക്ക് പരിചയപ്പെടുത്തി തന്നപ്പോൾ ഒടുക്കത്തെ സന്തോഷമായിരുന്നു. പക്ഷെ ഈ സമയത്തൊക്കെ കീർത്തുട്ടി മാസ്ക് ഇടുന്നതുകൊണ്ട് എനിക്ക് കീർത്തുട്ടിയുടെ മുഖം ശരിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് കീർത്തുട്ടി സ്കൂട്ടി പാർക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ പോയി ഡോറിനടുത്ത് പോയി നിൽക്കും. പിന്നീട് എന്നെ കാണുമ്പോഴൊക്കെ കീർത്തുട്ടി ഹായ് എന്ന് പറയാറുണ്ടായിരുന്നു. ആ ഒരു ഹായ് കിട്ടാൻ വേണ്ടി ഞാൻ ഡെയിലി കീർത്തുട്ടിയെ വെയിറ്റ് ചെയ്തിരിക്കും. നമ്മൾ ആദ്യം പരിചയപ്പെട്ട സമയത്ത് എന്നെ കാണാതെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, കീർത്തുട്ടിയെ കാണാതെ ഇങ്ങനെയും. അങ്ങനെ ഒരു കീർത്തുട്ടി വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഗ്രാനി ഉണ്ടായിരുന്നു കീർത്തുട്ടിയുടെ കൂടെ. പെട്ടെന്ന് ഗ്രാനി എൻ്റെ അടുത്ത് പറയാണ്, ഗുരു ഇനി മുതൽ റെന്റ് എന്റെ കയ്യിൽ തരണ്ട, കീർത്തുട്ടിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്താൽ മതിയെന്ന്. അന്ന് ഗ്രാനി തന്നെ കീർത്തുട്ടിയുടെ അടുത്ത് പറയാണ്, കീർത്തന നിന്റെ നമ്പർ ഗുരുവിന് കൊടുക്ക്, അവനിന് ഗൂഗിൾ പേ വഴി റെന്റ് അയച്ചു തരുമെന്ന്. ഏത് തേടി വേണ്ടി കാലിൽ ചുറ്റി. അന്നേരത്തെ സന്തോഷം കൊണ്ടോ ടെൻഷൻ കൊണ്ടോ എന്താ പറ്റിയെന്ന് അറിയില്ല, കീർത്തുട്ടി നമ്പർ പറഞ്ഞപ്പോൾ തെറ്റായിട്ടായിരുന്നു ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചത്. ആ ഒരു ദിവസം എനിക്ക് എന്നോട് തന്നെ തോന്നിയ ദേഷ്യം ചെറുതൊന്നായിരുന്നില്ല. അന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കീർത്തുട്ടിയെ വെയിറ്റ് ചെയ്തിരുന്നു. വൈകുന്നേരം കീർത്തുട്ടിയുടെ സ്കൂട്ടിയുടെ ശബ്ദം കേട്ട് ഓടിച്ചടിച്ചെന്ന് വാതിൽ തുറന്ന ഞാൻ കാണുന്നത് മുഖത്ത് മാസ്ക് ഇടാതെ വന്ന കീർത്തുട്ടിയാണ്. ഓൾ ആ മാസ്ക് ഒന്ന് ഊരി കഴിഞ്ഞപ്പോ എന്റെ സാറേ ഒട്ടുക്കത്തെ ലുക്കായിരുന്നു. അപ്പൊ അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് അടുത്ത പാർട്ടിൽ പറയാം. അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.